നമസ്കാരം പേഴുങ്കര. ചരിത്രവും സ്നേഹവും ഇഴചേർന്ന നമ്മുടെ ഈ മണ്ണിന്റെ ഹൃദയമിടിപ്പുകൾ തേടിയുള്ള യാത്രയാണിത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോഡൽ ഹൈസ്കൂളിന്റെ സ്വന്തം റേഡിയോ വിങ് മോഡൽ ടോക്സ്. ഞാൻ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ആർജി സൈനബ. കൂട്ടുകാരെ, നമ്മൾ എന്നും നടന്നു പോകുന്ന ഈ പേഴുങ്കരയുടെ വഴികൾക്ക് നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ നിൽക്കുന്ന ഈ ബഹുനില കെട്ടിടങ്ങൾക്കും റോഡുകൾക്കും പകരം പണ്ടിവിടെ എന്തായിരുന്നു? ബഹളങ്ങൾക്കും തിരക്കുകൾക്കും ഇടയിൽ നമ്മൾ കേൾക്കാതെ പോയ ആ രഹസ്യങ്ങൾ ഇതാ ഇന്ന് നിങ്ങൾക്കായി ഞാൻ തുറന്നു വയ്ക്കുന്നു. നമുക്കൊന്ന് ടൈം ട്രാവൽ ചെയ്താലോ? നമുക്ക് ആദ്യം പേരിൽ നിന്ന് തുടങ്ങാം, അല്ലേ? എന്താ ഈ സ്ഥലത്തിന് പേഴുങ്കര എന്ന പേര് വന്നത്? പണ്ടിവിടെ നിറയെ പേഴുമരങ്ങളായിരുന്നു. പേഴുമരമോ? നമ്മൾ അധികം കേൾക്കാത്ത പേരാണല്ലേ. മധുരമുള്ള കാട്ടുപഴങ്ങൾ നൽകുന്ന മരങ്ങളാണവ. ആ പേഴുമരങ്ങൾ നിറഞ്ഞ സുന്ദരമായ കരയാണ് പിന്നീട് പേഴുങ്കരയായത്. പഴയ കാലത്ത് കന്നുകാലികളും പച്ചപ്പ് നിറഞ്ഞ ഒരു സുന്ദര ഗ്രാമമായിരുന്നു ഇത്. നമ്മുടെ ചരിത്രം തുടങ്ങുന്നത് കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണേ. ഭാരതപ്പുഴയുടെ കൈവഴിയായ നമ്മുടെ ഈ പുഴയിലൂടെയായിരുന്നു പണ്ട് ചരക്കുകൾ വഞ്ചിയിലെത്തിയിരുന്നത്. 1924 മഹാപ്രളയത്തെ പോലും അതിജീവിച്ച കരുത്തുറ്റ ചരിത്രമാണിത്. പണ്ട് നമ്മുടെ ഈ തെരുവുകളിൽ കോൽക്കളിയും ദഫ്മുട്ടും പോലെയുള്ള കലകൾ സജീവമായിരുന്നു. ഇന്നും അവിടുത്തെ പഴയ തറവാടുകൾ കാണുമ്പോൾ ആ പഴയ കാലഘട്ടം നമ്മുടെ മുന്നിൽ തെളിയും. പഴയ തറവാടുകളിലെ നടുമുറ്റങ്ങൾക്കും വലിയ തൂണുകൾക്കും ഇവിടുത്തെ സ്നേഹത്തിന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. പേഴുങ്കരയുടെ ഏറ്റവും വലിയ പവർ എന്താണെന്നോ? അത് നമ്മുടെ ഒരുമയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ജുമാ മസ്ജിദും പുരാതനമായ ശ്രീകുറിച്ചി മഹാദേവ ക്ഷേത്രവും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. മണപ്പുള്ളിക്കാവിലെ വേല വരുമ്പോൾ നമ്മൾ ജാതിയും മതവും നോക്കാറില്ല. നമ്മൾ വെറും പേഴുങ്കരക്കാർ മാത്രമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ജൈനമേട് ജൈന ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഈ ആരാധനാലയങ്ങളെല്ലാം ഇന്നും നമ്മോട് പറയുന്നത് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരേ ഒരു കഥയാണ്. ഗ്രാമത്തിൽ നിന്ന് ഇന്ന് കാണുന്ന നഗരത്തിലേക്കുള്ള പേഴുങ്കരയുടെ മാറ്റം തുടങ്ങിയത് അറിവിന്റെ വെളിച്ചം വന്നപ്പോഴാണ്. പാലക്കാട്ടെ മുസ്ലിം സമുദായത്തിനിടയിൽ ആധുനിക വിദ്യാഭ്യാസം എത്തിക്കുന്നതിൽ നമ്മുടെ നാട് വലിയ പങ്ക് വഹിച്ചു. നമ്മുടെ മോഡൽ ഹൈസ്കൂൾ പോലുള്ള വിദ്യാലയങ്ങളാണ് ഇവിടുത്തെ സാമൂഹിക മാറ്റത്തിന് അടിത്തറയിട്ടത്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കുചേർന്ന ധീരരും പ്രശസ്തരായ അധ്യാപകരും ഈ മണ്ണിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. പഴയ വയലുകൾ മാറിയെങ്കിലും ഇവിടെ വിതച്ച അറിവിന്റെ വിത്തുകൾ ഇന്നും നമ്മിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടുകാരെ, ഫോണിനും ഇന്റർനെറ്റിനും അപ്പുറം നമ്മുടെ ഈ മണ്ണിനെ സ്നേഹിക്കാനും നല്ല പാരമ്പര്യം നിലനിർത്താനും നമുക്ക് ശ്രമിക്കാം. അറിവും ഐക്യവും മുറുകെ പിടിച്ച് നമുക്ക് മുന്നേറാം. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ വീണ്ടും വരും. അതുവരെ ഹാപ്പിയായി ഇരിക്കുക. This is RJ Sainaba signing off from Model Talks. Have a great day, Perungara. Bye bye.